ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചോറ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിറ്റേ ദിവസം വരേക്കും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ ചോറ് ചേർക്കുക. അതുപോലെ തന്നെ പത്തിരിയിൽ ചോറ് ചേർത്താൽ നല്ല സോഫ്റ്റ് ആവും പത്തിരി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് ചോറാണ് എടുത്തത്. 1 കപ്പ് ചോറ് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. പിന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ടെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. കട്ട ഉണ്ടെങ്കിൽ ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വെക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതാ ഇവിടെ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പൊടി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇങ്ങനെ കുത്തി ഇളക്കി കൊടുക്കരുത്. പൊടി ഇട്ട ശേഷം 1-2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അതുപോലെ വെക്കുക. എന്നിട്ട് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമില്ല. ആ ആവിയിൽ കിടന്ന് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് കുഴച്ചെടുക്കണ്ട. പിന്നെ നമ്മൾ കയ്യിൽ തുള്ളി എണ്ണ ആക്കിയിട്ട് അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ എണ്ണ ആക്കിയാൽ പിന്നെ ഓരോ പ്രാവശ്യവും പ്രസ്സിൽ എണ്ണ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ചോറ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് കോയിൽ ഉപയോഗിച്ചിട്ട് പരത്തുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകും. അപ്പോൾ അതാ ഇനി സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന പോലെ പത്തിരി ചുട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായ പത്തിരി ആയിരിക്കും ഇത് കേട്ടോ. നല്ല നുരനുരുത്ത പത്തിരി അറിയില്ലേ, അതുപോലത്തെ നല്ല സോഫ്റ്റായ പത്തിരിയാണ്. പിറ്റേ ദിവസം വരേക്കും ഇതുപോലെ തന്നെ ഉണ്ടാവും നമ്മൾ ചോറ് ചേർത്തുകൊണ്ട്. അപ്പോൾ ഇനി ഇതാ നിങ്ങൾ ഇതുപോലെ ഒന്ന് പത്തിരി ഉണ്ടാക്കി നോക്കുന്നുള്ളൂ. നല്ല ഈസി ആയിരിക്കും. നല്ല